ക്രൈസ്തലോട് അല്പനേരത്തെ വചനധ്യാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് 63 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം വായിക്കാം. ദൈവമേ നീ എൻ്റെ ദൈവം, ദൈവമേ നീ എൻ്റെ ദൈവം, ആദ്യകാലത്തെ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. 63 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യമാണ് വായിച്ചത്. ഈ സങ്കീർത്തനം, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും, അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് അന്വേഷിക്കേണ്ടുന്നത് ദൈവത്തെ? നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി ദൈവം താങ്ങാതെ നമുക്ക് രാവിലെ പ്രഭാതം കാണുവാൻ പറ്റുകയില്ല. അപ്പം രാത്രിയുടെ യാമത്തിൽ കിടന്നുറങ്ങുന്നവർ അനേകർ അടുത്ത പ്രഭാതം കാണാതെ ഉറക്കത്തിലൊക്കെയും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾക്കൊരു ദിവസം കൂടെ ജീവിതത്തിൽ ദാനമായി കർത്താവപ്പച്ചൻ തരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? നമ്മൾ ഉടനെ എണ്ണീറ്റ് എത്ര സമയത്ത് എണ്ണിക്കുന്നോ നേരത്തെ തന്നെ എണ്ണിക്കണം. അത് വേറൊരു സത്യം. എത്രയും നേരത്തെ തന്നെ നമ്മൾ എണ്ണിക്കണം. നേരത്തെ എണ്ണിച്ചിട്ട് നമ്മൾ എണ്ണിക്കുന്നതേ അതികാലത്തെ ദൈവത്തെ അന്വേഷിക്കണം. മൊബൈലല്ല അന്വേഷിക്കേണ്ടത്, അതികാലത്തെ ദൈവത്തെയാണ് അന്വേഷിക്കേണ്ടത്. കാരണം നമ്മളെ രാത്രിയുടെ യാമത്തിൽ നമ്മൾ കിടന്നുറങ്ങി നമ്മളും നമ്മുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ടവരോ ഒക്കെയും പലയിടങ്ങളിൽ രാത്രിയുടെ യാമത്തിൽ ചിതറി പാർത്തെടുത്ത് ഒരാപത്തും അനർത്ഥങ്ങളും ഒന്നുമില്ലാതെ, മരണങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും ദുർമരണങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ കാത്തു പരിപാലിച്ച് വിടുവിച്ച് ഒരു പൽക്കാലം കൂടെ നമുക്ക് ജീവിതത്തിൽ ദാനമായി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ആ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റുകയാണ് വേണ്ടുന്നത്. നമ്മുടെ മിടുക്കൊണ്ടല്ല നമ്മൾ അടുത്തൊരു പ്രഭാതം കാണുന്നത്. നമ്മൾ രാത്രിയിൽ കഴിച്ചു കിടന്നുറങ്ങി പിന്നെ എത്രയോ പേരെ മരണം വഴി നീക്കപ്പെട്ടു പോയപ്പോൾ നമുക്ക് ഒരായുസ്സൂടെ കാണുവാനും ഒരു പ്രഭാതം കൂടെ കാണുവാനും ദൈവം അവസരം തന്നപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? രാവിലെ എപ്പം നമ്മൾ അതിരാവിലെ തന്നെ നമ്മൾ എണ്ണീക്കണം. നമ്മളെ ഡ്യൂട്ടിക്ക് പോയാലും പോയില്ലേലും നമ്മൾ അലാറം വെച്ചിരിക്കുന്നത്, നമ്മളെ ജോലിക്ക് പോയാലും പോയില്ലേലും അവധിയാണെങ്കിലും എല്ലാം നമ്മൾ കൃത്യനിഷ്ഠ പാലിച്ച് നമ്മൾ വെച്ചിരിക്കുന്ന അലാറം ഏറ്റവും രാവിലെ തന്നെ എണ്ണീച്ച് നമ്മൾ ആരെ സ്തുതിക്കണം? ഈ സങ്കീർത്തനം പറയണം. ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അതായിരിക്കണം പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ 5:20 ഞാൻ അലാറം വെച്ചിരിക്കുന്നത്, ഞാൻ എണ്ണിക്കും. ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല, ജോലിക്ക് പോകുമ്പോഴായാലും പോകാത്ത അവധിയായാലും എന്തായാലും ആ സമയത്താണ് ഞാൻ എണ്ണിക്കും. എന്നിട്ട് ഞാൻ ബെഡിൽ അലാറം ഓഫ് ചെയ്യുന്നതേ പറയുന്നത്, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വേണ്ട ദേശത്തെ എൻ്റെ ദേഹം നിനക്കായി ദാഹിക്കും, എൻ്റെ ഹൃദയം നിനക്കായി ദാഹിക്കുന്നു. ഈ സങ്കീർത്തനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എണ്ണിക്കുന്നത്. പിന്നെ എനിക്കറിയാവുന്ന ബൈഹാർട്ടായിട്ടുള്ള 23 സങ്കീർത്തനം, 121 സങ്കീർത്തനം, 91 സങ്കീർത്തനം,